ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതൊരു ബാർലി സൂപ്പിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ബാർലി കഴിക്കണം അങ്ങനത്തെ ഒരു കണ്ടീഷനിലുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ ബാർലിയൊക്കെ കൊടുന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ കുറേ ഇങ്ങനെ കഴിച്ച് നോക്കി. പക്ഷെ എന്തായാലും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു സംഭവമായിപ്പോയത്. അപ്പോൾ ഞാനിങ്ങനെ സൂപ്പ് ഉണ്ടാക്കുന്നത് കണ്ടിങ്ങനെ യൂട്യൂബിൽ തന്നെ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതെന്തായാലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളോടുമായിട്ടൊന്ന് ഷെയർ ആക്കുന്നതാണ്. അപ്പോൾ ഞാൻ ബാർലിയില്ലേ 1 മണിക്കൂറോളം ഇങ്ങനെ കുതിർത്തിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ 1/2 കപ്പ് ബാർലിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് 2 വിസിലാക്കിയിട്ട് വേവിച്ച് കൊടുത്തിട്ടുണ്ട്. അത് വേവിച്ചതിന് ശേഷമല്ലേ അതിൻ്റെ വെള്ളം സെപ്പറേറ്റ് ആക്കുക. എന്നിട്ട് ബാർലി മാത്രം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അതിന് ഫ്രിഡ്ജിൽ വെച്ച് അതെന്തായാലും എക്സ്പയറി ആവാൻ പോകുന്നതാണ്. അപ്പോൾ പിന്നെ എനിക്കെന്തായാലും ഇപ്പോൾ തീരെ വയ്യല്ലോ, അതുകൊണ്ട് ഇനി വെച്ച് കൊടുക്കുന്ന വേണ്ട, സൂപ്പാക്കിയിട്ട് ഇതൊന്നും കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഈ വെജിറ്റബിൾസൊക്കെ ഒരു വിസിലാക്കിയിട്ട് വേവിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വേവാനില്ല, ഞാൻ ബാർലിയുടെ വെള്ളം സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തന്നെയാണ് വേവിച്ചെടുത്തത്. എന്നിട്ട് ഇത് ബാർലിയില്ലേ അത് ഞാൻ ഗ്രൈൻഡാക്കിയത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എത്ര നിങ്ങൾക്ക് സൂപ്പാക്കിയിട്ട് കുടിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു അളവൊന്നുമില്ല. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ ബാർലി സൂപ്പ്. അപ്പം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് അങ്ങനെ പറയാനൊന്നുമില്ല. പക്ഷെ ബാർലി ഹെൽത്തിന് നല്ലതാണ്. അതുകൊണ്ട് ബാർലി സൂപ്പ് ഉണ്ടാക്കിയിട്ട് കുടിക്കാം. ഇങ്ങനെ സെപ്പറേറ്റ് ബാർലി ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതിനേക്കാളും സൂപ്പ് ബെറ്ററാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ആക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക. എൻ്റെ വോയിസ് നിങ്ങളൊന്നും അത്ര വലിയ കാര്യമാക്കാതെ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കല്ലേ.